ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് എപ്പിസോഡ് എന്തായിരുന്നത്, ലിന്നാണെങ്കിൽ വാങ്ങിൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്ന സീനാണ്. അതായത് അവരുടെ ടീമിൻ്റെ കോച്ചാകാമെന്ന് വാങ്ങാണെങ്കിൽ ഏത് സമയത്ത് നോയും പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് എന്താ നടന്നറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക, നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. അങ്ങനെ ലിൻ ആലോചിച്ചിരിക്കുവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അതായത് ഓൾറെഡി വാങ് നോ പറഞ്ഞു. ഇപ്പോൾ സ്റ്റുഡൻസിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെടും, പിന്നെ കുറേ പേര് കളിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയേണ്ടെന്ന് അവളിങ്ങനെ മനസ്സിലായിരിക്കുവാണ്. ശേഷം അവൾ ഒന്നും കൂടെ മെസ്സേജ് അയക്കുവാണ്. അതായത് ഒന്നും കൂടെ റീകൺസിഡർ ചെയ്തുകൂടെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ മെസ്സേജ് അയക്കുവാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഫൂം അതുപോലെ തന്നെ കളിക്കാൻ താല്പര്യമുള്ള കുറച്ച് സ്റ്റുഡൻസൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അതായത് കോച്ചിനെ കിട്ടും എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അവളാണെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, ഇതുവരെ കൃത്യമായ ഒരു ആൻസർ പറഞ്ഞിട്ടില്ല, നോയും പറഞ്ഞിട്ടില്ല എസ് എം പറഞ്ഞിട്ടുള്ള എന്ന രീതിയിലാണ് അവൾ പറയണത്. എന്തായാലും നിങ്ങൾ നാഞ്ഞ് പരിശ്രമിക്കുക, ഉറപ്പായിട്ടും പുള്ളിക്കാരനാണെങ്കിൽ വരും എന്ന് പറയുകയാണ്. ഇതേ സമയത്താണ് ചെന്നും കുന്നും പറയാണ്, ഒരുപാട് പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല ടീച്ചറിനെ കൊണ്ട് കാര്യം പറ്റുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, ആര് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ലെന്ന്, ഞാൻ ഉറപ്പായിട്ടും കോച്ചിനെ കൊണ്ടുവരുന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ സമയത്ത് വാങ് ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. സോ ഇവർ ഓൾറെഡി യു കെയിലായിരുന്നല്ലോ. സോ യു കെയിൽ നിന്ന് സ്പേഡ് ക്യൂ ആണോ നമ്മുടെ ഹീറോയിൻ എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഇവൻ ഇങ്ങോട്ട് വന്നത്. സോ ഇതിനെപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെയൊക്കെ ആയെന്നൊക്കെ കാര്യമൊക്കെ ഫ്രണ്ട് ചോദിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്, ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് അവൻ പറയുന്നുണ്ട്, അതായത് ഇവൻ്റെ റൂമിൽ ഇവിടെ വാട്ടർ ലീക്ക് ആയല്ലോ, സോ ഈ ഒരു ചാൻസ് ഉപയോഗിച്ച് ഇന്നാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി കിടക്കേണ്ടതൊക്കെ വരും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു പുതിയൊരു അടവൊക്കെ എടുത്തിട്ട് അവളുടെ അടുത്ത് പോയി കിടക്കണം, അവളുടെ വീടിൻ്റെ ആ ഒരു ഇതിൽ മുറി പോയി കിടന്ന് ഉറങ്ങണം. അതേ സമയത്ത് അവളുടെ കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നത് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ ഞാനും കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞാന്ന് പറയുന്നത്, നിൻ്റെ ഐഡിയാസ് ഒന്നും വേണ്ട, നിൻ്റെ ഐഡിയാസ് കൂടുതൽ വർക്കൗട്ട് ചെയ്തതാണ്, അവസാനം സിസ്റ്റർ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് അവനാണെങ്കിൽ ആ തിരിച്ച് റൂമിലേക്കൊക്കെ വരുവാണ്. അവിടെയാണെങ്കിൽ ഇങ്ങനെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹീറോയിനും കയറി വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ബാങ്കിനോടാണെങ്കിൽ ആ കാര്യങ്ങൾ പറയുകയാണ്, അതായത് ഇനി ഈ മുറിയിൽ ഈ ദിവസം കിടക്കാൻ പറ്റില്ല, എന്തൊക്കെ ശരിയാക്കണം എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, നാളെ ഞങ്ങൾ ബാക്കി വന്ന് ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഞാൻ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറിക്കൊള്ളാമെന്ന് ഇവനും പറയുവാണ്. ഇത് കേട്ടതും ഇതൊരു ചാൻസാണ്, ഈ ചാൻസ് ഉപയോഗിച്ച് ഇന്നാണെങ്കിൽ ആ കോച്ചിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ മനസ്സിന്തിക്കുവാണ്. ഇതേ സമയത്ത് ഇവളാണെങ്കിൽ അവൻ്റെ ഐ ഡി തപ്പുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ ഡി കാണിക്കണമല്ലോ നമ്മുടെ ഹോട്ടലിൽ ഒരു റൂം എടുക്കണമെങ്കിൽ. സോ ഐ ഡി അവനെ അറിയാതെ അത് അടിച്ചു മാറ്റിക്കൊണ്ട് അവൾ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും അവനെ അവരുടെ ഫുട്ബോൾ കോച്ച് ആക്കണമല്ലോ. സോ ഓരോ ഐഡിയാസൊക്കെ ഇങ്ങനെ അവളിങ്ങനെ മേക്ക് ചെയ്യാണ്. എങ്ങനെയെങ്കിലും അവളോടൊരു പ്രത്യേക ഫീലിങ്സ് അവനോട് തോന്നണം. അതിനുശേഷം ആ വഴി ഉപയോഗിച്ച് അവൻ എങ്ങനെയെങ്കിലും ഈ ടീമിൻ്റെ കോച്ചാക്കുന്നൊക്കെ അവളിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പ്ലാൻ ഇടുവാണ്. ഒന്നാമത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ റൂമിൻ്റെ മുകളിലുള്ള ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ട്, അതിങ്ങനെ അവൾ എടുക്കാൻ നോക്കുന്നതായിട്ട് ശ്രമിക്കും. കാരണം അവൾക്ക് പൊക്കം കുറവായിട്ട് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അവൻ വന്ന് സഹായിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സ് അവൻ്റെ അടുത്ത് ഇങ്ങനെ തോന്നുന്ന രീതിയിൽ അവർ തമ്മിൽ കണ്ണിങ്ങനെ നോക്കത്തിലേക്ക് വരുമല്ലോ. സോ ആ രീതിയിൽ അപ്പോൾ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നുന്ന രീതിയിൽ വരുമല്ലോ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഞങ്ങൾ മനസ്സിൽ നിൽക്കുകയാണ്. രണ്ടാമത് ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഒരു ഹൊറർ മൂവി വെക്കണം. അതേ സമയത്ത് ഇവരുടെ തമ്മിലുള്ള ഒരു ഫീലിങ്സ് വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അവളിങ്ങനെ മനസ്സിരിക്കുമ്പോഴേക്കും കൃത്യം നമ്മുടെ വാങ്ങാണ് അങ്ങോട്ട് വരുവാണ്. ശേഷമാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ഐ ഡി കാണാതായി പോയിട്ടുണ്ട്, ഈ ടെമ്പററി ആയിട്ട് ഐ ഡി കിട്ടാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടെന്ന് ചോദിക്കുവാണ്. സമയത്ത് ടെമ്പററി ആയിട്ട് ഐ ഡി കിട്ടാനുള്ള വഴികളൊന്നും ഇപ്പോൾ വർക്കാൻ സാധ്യതയില്ല, കാരണം ഇപ്പോൾ സമയം ഒത്തിരി ആയിട്ടില്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, അവരുടെ മോട്ടിലൊക്കെ പോയി കിടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും ഐ ഡി ആവശ്യം വരുന്നത് പറയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ എക്സ്ട്രാ ഒരു മുറിയുണ്ട്, വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തോളാം എന്ന് പറയാണ്. ഈ സമയത്ത് കിട്ടിയ ചാൻസ് തന്നെ അവനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അകത്ത് കയറണം. ഇത്ര പെട്ടെന്ന് നിങ്ങൾ സമ്മതിച്ചു എന്ന് അവളിങ്ങനെ മനസ്സിരിക്കുകയാണ്. ശേഷം ഉള്ളിലേക്ക് വന്ന ഉടനെ തന്നെ അവനാണെങ്കിൽ അവളുടെ ആ ഒരു ലാപ്ടോപ്പ് കാണുവാണ്. സോ എങ്ങനെയെങ്കിലും അതൊന്ന് തുറന്ന് നോക്കണം എന്ന് അവനിങ്ങനെ മനസ്സ് വിചാരിക്കുവാണ്. ഇതേ സമയത്ത് അവൾ നോക്കുമ്പോൾ അവൻ്റെ ഐ ഡി ആണെങ്കിൽ അവൾ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത് അവിടെ ഇരിക്കുവാണ്. ഇവന് ഈ ഐ ഡി കാണാതിരിക്കാൻ വേണ്ടി ഇവളാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടെന്നൊക്കെ ചോദിക്കുവാണ്. എന്നും പറഞ്ഞ അവൾ ഓരോ അടവൊക്കെ എടുക്കുവാണ്. എന്താ വേണ്ടത്, ഞാൻ ഓർഡർ ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് എനിക്ക് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കണ ആ ഒരു ശീലമൊന്നുമില്ല, വേണം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അവളും ഓക്കെ പറയുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന നിൽക്കുന്ന ആ ഒരു തക്കത്തിൽ ആളാണെങ്കിൽ ഐ ഡി മാറ്റി വെക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ അവനാണെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു സാധനമില്ല. ഇപ്പോൾ മനസ്സിന്തിക്കുകയാണ്, ഇവളിവിടെ വെപ്പും കൂടിയൊന്നും ഇല്ലേ, ഇവളിങ്ങനെ ഇവിടെ ഫുഡ് കഴിക്കാതാണ് കഴിയുന്നതൊക്കെ അവനെ മനസ്സിന്തിക്കുകയാണ്. ശേഷമാണെങ്കിൽ ബർഗർ എങ്കിൽ ബർഗർ നീ ഓർഡർ ചെയ്തോളാൻ പറയുകയാണ്. അപ്പോൾ അവളും ഓക്കെ ഓർഡർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ ഓർഡർ കൊടുക്കുകയാണ്. ശേഷമാണ് അവളുടെ ഓരോ ഐഡിയകളും അവളിങ്ങനെ പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. ആദ്യമാണെങ്കിൽ അവൾക്ക് എത്തുന്നില്ലാത്ത രീതിയിൽ ആ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതേ സമയത്ത് ഇവന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഇവളാണെങ്കിൽ അടവെടുക്കുന്നതാണുള്ള കാര്യം. അതുകൊണ്ട്
അവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കാരണം ഇവൻ ഓൾറെഡി കണ്ടിരുന്നു ഇവളാണെങ്കിൽ ഇവൻ്റെ ഐഡിയ അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നത്. സോ ഇവനിവിടെ വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇവളുടെ ഒപ്പം തന്നെ അങ്ങ് ആക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുവാണ്. പക്ഷെ അവളാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്തൊരു മനുഷ്യനാണപ്പാ ഇയാളാണെങ്കിൽ സഹകരിക്കുന്ന പോലും ഇല്ലല്ലോ എന്ന് പറയാണ്. എന്നാൽ പിന്നെ അടുത്ത ഐഡിയ എടുത്ത് നോക്കാമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ കൃത്യം ഫുഡ് ഡെലിവറിക്കായിട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവൾ പറയാണ്, ഫുഡ് ഡെലിവറിക്കായിട്ട് വന്നിട്ടുണ്ട്, എൻ്റെ വയറ് ശരിക്കും വയ്യ. അതായത് ഈ ഒരു ചാൻസ് ഉപയോഗിച്ച് ഇവക്കിങ്ങനെ വയറുവേദന ആയതുകൊണ്ട് ഇവ ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്, അതൊരു ഫീലിങ്സ് തോന്നുന്ന രീതിയിൽ. പക്ഷെ ഒന്നും നടന്നില്ല. അവൻ പറയണം എനിക്കും വയറ് തീരെ വയ്യാന്ന് പറയണം. അതാണെങ്കിൽ എന്തൊരു മനുഷ്യനാണ്, എൻ്റെ ആക്ടിങ്ങിനൊപ്പം ഒട്ടും വരുന്നില്ല എന്ന് മനസ്സ് ചിന്തിച്ചിട്ട് അവളാണെങ്കിൽ പോയി ഫുഡ് എടുക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം ആ ചാൻസ് ഉപയോഗിച്ചിട്ട് അവനാണെങ്കിൽ അവളുടെ ലാപ്ടോപ്പൊക്കെ ചെക്ക് ചെയ്യണം. പക്ഷേ അവൻ ഉദ്ദേശിച്ച ആ ഒരു അക്കൗണ്ട് അല്ല ലാപ്ടോപ്പിലുള്ളത്. ഇവർക്ക് ഓൾറെഡി വേറെ അക്കൗണ്ടും ഉണ്ടല്ലോ എന്ന് അവനിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സെക്കൻഡ് സ്ട്രാറ്റജി എടുക്കുവാണ്. അതായത് നമ്മുടെ ഹൊറർ സിനിമ കണ്ടിട്ട് പേടിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഫീലിങ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെയും അവൻ വീണില്ല. അവനത് മനസ്സിലായി ഹൊറർ സിനിമ കാണിച്ച് പേടിപ്പിക്കാനുള്ള ഐഡിയ ആണ്. എന്നിട്ട് വേറെ അടവൊക്കെ എടുക്കുകയാണ് ഇവള്. എന്തായാലും അതിലും വീടിരുന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പേടിക്കുന്നുമില്ല, ഇവളാണെങ്കിൽ അവസാനം പേടിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ആ പ്ലാനിങ് എല്ലാം കുളമായിപ്പോയി. അവൾക്ക് മനസ്സിലായി ഇനി ഇതൊന്നും വിജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അവളിങ്ങനെ മനസ്സിന്തിക്കുകയാണ്, എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്ക് പ്ലാൻ ബി ഉണ്ട്, അടുത്ത പ്ലാൻ വഴി ഞാൻ പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ അടുത്ത പ്ലാനിൻ്റെ ഭാഗമായിട്ട് അവളാണെങ്കിൽ അവളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ കിടന്നിരുന്ന മുറിയിലേക്ക് അവനെ കൊണ്ടുപോവാണ്. ഇതാണ് ഇവിടെ ഇഷ്ടമുള്ള മുറി, എനിക്ക് ഈ മുറി യൂസ് ചെയ്യാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ അവൾ തിരിച്ചു കയറി പോവാണ്. പോയ സമയത്ത് എങ്ങനെയെങ്കിലും ഈ കറണ്ട് ഒന്ന് കട്ട് ചെയ്യാനായിട്ട്, ഷോർട്ട് സർക്യൂട്ട് വരാനായിട്ട് അവൾ എന്ത് തേടി കാണിക്കുവാണ്. അവസാനം കറണ്ട് മൊത്തം ഇല്ലാതാവുകയാണ്. ഭയങ്കര ഡാർക്കായി കഴിയുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തേക്ക് തന്നെ വരുവാണ്. എന്നിട്ട് പറയാണ്, ഭയങ്കര ഇരുട്ടായിട്ടുണ്ട്, സോ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാമെന്ന് കരുതി അവൾ വന്നതെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് അവൻ അതും മനസ്സിലായി ഇവൾ അടുത്ത ഉടായിപ്പോയിട്ടാണ് വന്നേക്കണമെന്ന്. ശേഷം അവൻ ഡയറക്റ്റായിട്ട് എന്നെ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും ഉടായ്പൊക്കെ എടുക്കുന്നുണ്ടോ? കുറച്ച് നേരമായിട്ട് നീ കാണിക്കുന്ന കാണുമ്പോൾ എല്ലാം നീ എടുത്ത് അടവെടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ്. ശേഷമാണെങ്കിൽ അവൻ തന്നെ ചോദിക്കുകയാണ്, നിൻ്റെ ടീമിൻ്റെ കോച്ചാകാൻ വേണ്ടി നിൻ്റെ അടുത്ത് ഫീലിങ്സ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് ഇതിനുള്ള ഒരു കാര്യം പറയാനുള്ളൂ, എനിക്ക് നിൻ്റെ ടീമിൽ കോച്ചാകാൻ താല്പര്യമില്ലെന്ന് പറയുകയാണ്. അതും കേട്ടപ്പോഴത്തേക്കും ഓക്കെ സബാഷ്, എങ്കിൽ ഞാൻ കയറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ പോയി മെയിൻ സ്വിച്ചൊക്കെ ശരിയാക്കാനായിട്ട് നോക്കുകയാണ്. കാരണം അവൾ തന്നെയാണ് ഷോർട്ട് സർക്യൂട്ട് ആക്കിയത്. എങ്ങനെയെങ്കിലും ശരിയാക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഒരു വഴിയില്ലാതാകുമ്പോഴത്തേക്കും നാളാണെങ്കിൽ ഇലക്ട്രീഷ്യനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ തിരിച്ച് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ അവളിങ്ങനെ മനസ്സ് ചിന്തിച്ചാണ് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. രാവിലെയാണ് അവൾക്ക് നേരത്തെ വെക്കേണ്ടവരാണ്. കാരണം മണ്ടുള്ള പൈപ്പൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവൻ്റെ മുറിയിലുള്ള പൈപ്പൊക്കെ. അങ്ങനെ പൈപ്പ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് അവൾ അങ്ങോട്ട് ചേർച്ച് ചെല്ലുവാണ്. അപ്പോൾ അവൻ പറയുകയാണ്, കറണ്ടിൻ്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ വന്ന് കാര്യങ്ങളൊക്കെ ചെന്നിട്ട് പോയെന്ന് പറയുകയാണ്. ശേഷമാണെങ്കിൽ അവനാണെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. തുറന്നാണെങ്കിൽ അവൾ കുറച്ച് കുക്കീസൊക്കെ ആയിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എങ്ങനെയെങ്കിലും അവനെ സമ്മതിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന രീതിയിൽ അവൻ്റെ അടുത്ത് നിന്നിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. ഇതേ സമയത്താണെങ്കിൽ ഈ ട്രിക്കൊന്നും എൻ്റെ അടുത്ത് നടക്കൂല, ഇതിനാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഞാൻ എന്തായാലും നിങ്ങളുടെ ടീമിൻ്റെ കോച്ച് ആവില്ലെന്ന് പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, എന്തുകൊണ്ട് അവരുടെ കോച്ച് ആയിക്കൂടാന്ന് ചോദിക്കുവാണ്. അതേ സമയത്ത് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് അവരുടെ കോച്ചാകണം, എന്തെങ്കിലും ഒരു കാരണം പറ, അവർ ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടീമാണോ? അതുമാത്രമല്ല ഞാൻ കോച്ച് ചെയ്തിട്ടുള്ള എല്ലാവരും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് കോച്ച് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സോ ഞാൻ അവർക്ക് പറ്റിയൊരു കോച്ചേ അല്ല, മറ്റൊരു നല്ലൊരു കോച്ചിനെ, അവർക്ക് രീതിയിൽ കോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇവൻ പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അവളെ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് പറഞ്ഞ് ഇയാളെ സമ്മതിപ്പിക്കും, എന്തുകൊണ്ടാണ് ഇവർ കോച്ച് ചെയ്യാനായിട്ട് അത്ര ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതിന് വേണ്ടിയുള്ള ഉത്തരത്തിന് വേണ്ടി അവൾ പിറ്റേ ദിവസം തന്നെ ഓരോ കാര്യങ്ങളായിട്ട് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഈ ടീം എന്തുകൊണ്ട് ഡിസ്ബാൻഡായി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇവൾ അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുവാണ്. മറ്റുവശത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ പാസ്റ്റ് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൻ ഭയങ്കര സങ്കടപ്പെട്ടുമാണ് ഇരിക്കുന്നത്. ശരിക്കും അവൻ അവൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ചാണെങ്കിൽ ആ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ, നിനക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇല്ല, ദിവസം അവളുടെ ആ ഒരു ലാപ്പൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും ഒരു കാര്യങ്ങളും മനസ്സിലാക്കാനൊന്നും പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് പറയണം. ഇനി എന്താ നീ വീണ്ടും ആ പൈപ്പ് പൊട്ടിക്കാൻ പോകണമെന്ന് ചോദിക്കുകയാണ്. അതേ സമയത്ത് അതൊന്നും അല്ല, വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ വാങ്ങിനെ വിളിക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുവാണ് ചെയ്യുന്നത്. അവനാണെങ്കിൽ കുറച്ച് ബുക്കൊക്കെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഇവളിങ്ങോട്ട് വിളിച്ചത്. പക്ഷേ അവിടെ ബുക്കൊന്നും കാണുന്നില്ല, എവിടെയാണ് ബുക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നേക്കണമെന്ന് പറയുകയാണ്. ആണെങ്കിൽ അവളൊരു ക്ലാസ് റൂം കൊണ്ട് കാണിക്കുവാണ്. അതിനുശേഷം ഓരോ കാര്യങ്ങളായിട്ട് അവൾ പറയുകയാണ്. അതായത് പണ്ട് ഈ ഫുട്ബോൾ ഇവർ ഒരുമിച്ച് ഒരു ടീം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ക്ലാസ്സിലാണ് എത്തി പഠിപ്പിച്ചിരുന്നത്. അതായത് അവരെല്ലാം ജസ്റ്റ് ടീംമേറ്റ്സ് മാത്രമായിരുന്നില്ല, അവരെല്ലാം ഒരുമിച്ച് ഒരു ക്ലാസ്മേറ്റ് ആയിട്ട് ഒരുമിച്ചിരുന്നാണ് പഠിച്ചതെന്ന് പറയുകയാണ്. പക്ഷെ സഡൻലി അവരുടെ കോച്ചാണെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയി. പിന്നെ പുതിയൊരു കോച്ചിനെ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയില്ല. അങ്ങനെ ഈ ടീം മൊത്തത്തിൽ ഡിസ്ബാൻഡ് ആവുകയും അവരെല്ലാം പല പല ക്ലാസ്സിലേക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു പറയുകയാണ്. ശേഷമാണെങ്കിൽ അവൾ ഓരോരുത്തരെയും ക്ലാസ് ചെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന പേര് ഇവരുടെ കഴിവുകളെ പറ്റിയുള്ള ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഞാൻ പറയുകയാണ്, ഞാൻ എനിക്ക് 10 മിനിറ്റ് കൂടെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം പറയണം. അതെന്താണെന്ന് ചോദിക്കുകയാണ്. അതോടുകൂടി എൻ്റെ എല്ലാ ഒരു കപ്പാസിറ്റിയും തീർന്നു പോകും. നീ പറ, നിനക്ക് എന്താ പറയാൻ ആഗ്രഹിക്കണമെന്ന് പറയാൻ പറയുകയാണ്. ശേഷം അവൾ പറയുകയാണ്, നിങ്ങൾ പകുതി പിള്ളേരും ഇനി കളിക്കാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്നത്തെ കളി കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുകയാണ്. ഉറപ്പായിട്ടില്ലെന്ന് അവൻ പറയുകയാണ്. കാരണം അവർക്കെല്ലാം കളിക്കാൻ താല്പര്യമുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയെന്ന് പറയുകയാണ്. അതെ, അവർക്ക് കളിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. പക്ഷേ എനിക്ക് ആ സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹം. വീണ്ടും അവരെ ആ കളിയിലേക്ക് കൊണ്ടുവരണമെന്നും അവർക്ക് ആ ഒരാഗ്രഹം നേടിക്കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു ടീച്ചർ എന്ന നിലയിൽ. അതിന് ഹെൽപ്പ് ചെയ്തുവരെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവനൊരു ചാൻസ് ആണ്, ഇവളെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് നോക്കിയിരുന്നുണ്ട്. അവനാണെങ്കിൽ ആ ചാൻസ് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, നീ പറഞ്ഞ പോലെ ഞാൻ നിൻ്റെ കോച്ചാകാൻ സമ്മതിക്കാം. പക്ഷെ പറയാണ്, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്റ് വെക്കാം. നീ ആണെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ ജീവിക്കണം, ഞാനാണെങ്കിൽ നിൻ്റെ ലൈഫ് സ്റ്റൈൽ നാളെ ജീവിക്കാം. ശേഷം ആരാണോ ജയിക്കുന്നത് അവരുടെ രീതിയിലാകാം. ഞാൻ ജയിക്കുവാണെങ്കിൽ ഞാൻ നിൻ്റെ കോച്ചാകത്തില്ല, പക്ഷെ നീ ജയിക്കുവാണെങ്കിൽ ഞാൻ അവരുടെ കോച്ചാകാമെന്ന് പറയുകയാണ്. ശേഷം അവളും ഓക്കെ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഹീറോ രാവിലെ തന്നെ എത്തിയേക്കുവാണ്. ശേഷം ഇവൻ്റെ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഓർത്ത്, ഇത്ര പെടുത്ത് എന്തിനാ വന്നതെന്ന് ചോദിക്കുവാണ്. കാരണം ഞാൻ രാവിലെ ഏറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യണ്ടെന്ന് പറയുകയാണ്. ശേഷമാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് നീ പറഞ്ഞു കൊടുക്കുവാണ്. അതായത് കുറേ എക്സസൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തേക്കുവാണ്. മിലിറ്ററിക്കാർക്ക് പോലുള്ളൂ ഇത്രയും വലിയ ട്രെയിനിങ് എന്ന് അവൾ ചോദിക്കുവാണ്. ശേഷം അവൾ പറയുകയാണ്, എൻ്റെ രീതി അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ രാവിലെ തൊട്ട് കുറേ നേരം ഇങ്ങനെ നിവർന്ന് ഈ സെറ്റിൽ ഇങ്ങനെ കിടന്നുറങ്ങുക. ശേഷം വിശക്കാറാകുമ്പോൾ ഇറങ്ങി നടന്നു പോയിട്ട് അവിടെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കുക, പിന്നെയും തിരിച്ചു വന്ന് ഇങ്ങനെ കിടക്കുക. ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുകയാണ്. തീരെ മടിച്ചാണല്ലേ നീ എന്നിങ്ങനെ അവൻ മനസ്സിൽ നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലായി നിനക്കത് ചെയ്യാൻ പറ്റില്ലെന്ന്. കാരണം നിങ്ങളിങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ഈ ബെറ്റൊക്കെ വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുകയാണ്, ഓക്കെ, നിനക്കിത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മനസ്സിലായി. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് 12 മണി വരെ നീ എൻ്റെ ലൈഫ് സ്റ്റൈൽ ജീവിക്കുക, ശേഷം ഞാൻ നിൻ്റെ ലൈഫ് സ്റ്റൈൽ ജീവിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അവളും ഓക്കെ പറയുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ എപ്പിസോഡ് എൻഡ് ആക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.